വാട്ട് ഈസ് എ ഡോപ്പമീൻ ഡീറ്റോക്സ്? അതറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഡോപ്പമീൻ എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് ഡോപ്പമീൻ? ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അത് നമ്മളുടെ മൂവ്മെൻറ്റ്, ഇമോഷൻ, മോട്ടിവേഷൻ ആൻഡ് പ്ലഷർ എന്നുള്ള ഫീലിംഗ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡിസയർ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നുമ്പോഴാണ് ഡോപ്പമീൻ എന്ന സ്പാർക്ക് റിലീസ് ആവുക. നമുക്ക് ആ ഡിസയർ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഗോൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് ചെയ്യാൻ അപ്പം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ തരുന്നൊരു സംഭവമാണ് ഡോപ്പമീൻ. ബട്ട് ഇപ്പോഴത്തെ ടൈമിൽ ഡോപ്പമീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ, ഡ്രഗ്സ്, ആൽക്കഹോൾ, പോണോഗ്രഫി എല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാഡായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോപ്പമീൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേസ് ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴെങ്കിലും ഇതേപോലത്തെ ഡ്രഗ്സ്, ആൽക്കഹോൾ, പോർണോഗ്രഫി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ബേസ് ലൈനിൽ ഡോപ്പമീനോട് ഹ്യൂജ് സ്പൈക്ക് കയറും, ജസ്റ്റ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ. അപ്പോൾ നമ്മളുടെ ഡോപ്പമീൻ ലെവൽസ് ഇൻക്രീസ് ആകുമ്പോൾ നമ്മളുടെ പ്ലഷർ കൂടും. ആ സമയത്തുള്ള ഹൈ പ്ലഷർ പിന്നെ ആ ഡ്രഗിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ എത്ര ഹൈ പോയോ അത്രയും ഡൗൺ, ബേസ് ലൈനേക്കാളും ഡൗണിലേക്ക് പോകും, വിച്ച് റിസൾട്ട്സ് ഇൻ മോർ ഡിസയർ ആൻഡ് മോർ വൺസ്. അപ്പോൾ ഇതൊരു ലൂപ്പാണ്, എ നെവർ എൻഡിങ് ലൂപ്പ്. ഫുൾ ഡിസയർ ചെയ്യുക, റിവാർഡ് കിട്ടുക, പിന്നെ വീണ്ടും ഡൗൺ ആവുക, വീണ്ടും ഡിസയർ ചെയ്യുക, റിവാർഡ് കിട്ടുക എന്നുള്ളൊരു ലൂപ്പിൽ. അപ്പോൾ ലെറ്റ്സ് ബ്രേക്ക് ഫ്രീ ഫ്രം ദിസ് ലൂപ്പ്. നമുക്ക് നമ്മൾ ഡോപ്പമീൻ ശരിയാക്കണം. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു കേശവ് ദ ഫിലിം മേക്കർ. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ട പോലെ ഡോപ്പമീൻ ഡീറ്റോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞു ഡോപ്പമീൻ എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോപ്പമീൻ ഡീറ്റോക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോപ്പമീൻ ലെവൽസ് കൺട്രോൾ ചെയ്യുന്നതിനാണ് ഡോപ്പമീൻ ഡീറ്റോക്സ്, അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനാണ് ഡോപ്പമീൻ ഡീറ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോപ്പമീൻ ഡീറ്റോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ഡോപ്പമീനും ഡീറ്റോക്സ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് കുറച്ച് വേണ്ട ഡോപ്പമീൻ ഉണ്ട്, കുറച്ച് വേണ്ടാത്ത ഡോപ്പമീൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഡോപ്പമീൻ സോഴ്സസ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വേണ്ടാത്ത സോഴ്സും വേണ്ട സോഴ്സും നമുക്ക് ഏകദേശം അറിയാം. കാരണം സോഷ്യൽ മീഡിയ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമുക്ക് നല്ലോണം ഡോപ്പമീൻ തരും. അപ്പോൾ നമ്മൾ ഓരോ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ ഡോപ്പമീനാണ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സമയം പോകും. അപ്പോൾ നമ്മളുടെ കുറേ കമ്പൾസീവ് ബിഹേവിയർ എന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാതെ ബിഹേവിയറൊക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫോൺ സൈഡിലുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നോക്കും, നോട്ടിഫിക്കേഷനൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു റീൽ എടുക്കും, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അറിയില്ല എങ്ങനെയാണ് ഞാൻ ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം ആ റീൽ സ്ക്രോളിങ് മാത്രമേ നമുക്ക് ഫോക്കസ് ഉണ്ടാവും. ചിലപ്പോൾ അതിൽ ഫോക്കസും കൂടി ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വെറുതെ ഒരു ഡോപ്പമീൻ, ആ ഒരു പ്ലഷർ കാരണം നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ടൈമാണത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഒരു 7 ദിവസത്തെ ഡോപ്പമീൻ ഡീറ്റോക്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ റൂൾസ് ഉണ്ട്, ഒരു 5 റൂൾസ് ഉണ്ട്. റൂൾ നമ്പർ 1, നോ ജങ്ക് ഫുഡ്. അപ്പോൾ ഞാൻ ഒരു ജങ്ക് ഫുഡും കഴിക്കാൻ പാടില്ല. നോ പ്രോസസ്ഡ് ഫുഡ്, ഒരു സംഭവം കഴിക്കാൻ പാടില്ല. ഓൺലി ഹെൽത്തി ഫുഡ് മാത്രം. പിന്നെ റൂൾ നമ്പർ 2, നോ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ എനിക്ക് മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമാണ് ഉള്ളത്. വേറെ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചില്ല, യൂട്യൂബ് മാത്രമേ ഉള്ളൂ. പക്ഷേ യൂട്യൂബ് ആണെങ്കിൽ അത്ര ഡിസ്ട്രാക്റ്റിംഗ് അല്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിലീറ്റ് ആക്കി. നോ ഡ്രഗ്സ്, അതറിയാലോ, ഞാൻ ചെയ്യില്ല. പിന്നെ നോ പോണോഗ്രഫി, നോ മ്യൂസിക്. അപ്പോൾ ഈ ലാസ്റ്റ് വണ്ണാണ് നോ മ്യൂസിക്. നോ മ്യൂസിക് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലോണം ട്രൈ ചെയ്യുന്ന സംഭവമാണ്. കാരണം എപ്പോഴും ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മ്യൂസിക് കേൾക്കും വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ മ്യൂസിക് എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഭയങ്കര ഡിസൈറബിൾ തിങ് ആണ്. പക്ഷേ മ്യൂസിക് എന്ന് പറയുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഒരു ഡോപ്പമീൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് മ്യൂസിക് ലിമിറ്റ് ചെയ്യാൻ പോകണം ഞാൻ. അപ്പോൾ 7 ദിവസത്തേക്ക് ഞാൻ ഈ റൂൾസ് ഫോളോ ചെയ്യാണ്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മളുടെ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ പറയും. സോ let's get into the video.
അപ്പോൾ ഇന്ന് നമ്മളെ ഡോപ്പമൈൻ ഡീറ്റോക്സിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ബെഡിൻ്റെ അടുത്ത് ഫോൺ ഉണ്ടാവും, വെച്ചാൽ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് ഫോൺ ഉണ്ടാവും. അപ്പോൾ ഞാനത് എണീറ്റ പാടെ തന്നെ ഫസ്റ്റ് അലാറം ഓഫാക്കും, പിന്നെ വീണ്ടും ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, ജസ്റ്റ് ഒന്ന് സ്റ്റോറി നോക്കാനാണ്, എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ റീൽസ് നോക്കില്ല, എന്നെ തന്നെ ഞാൻ പ്രോമിസ് ചെയ്തിട്ട്, പക്ഷേ ഞാൻ വീണ്ടും റീൽസ് നോക്കും. അതാണ് പ്രശ്നം. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ അവിടെ നിന്ന് റീൽസ് തന്നെ നോക്കും. പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. പിന്നെ അത് ദിവസം തോറും ഉണ്ടായില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഈ ചാലഞ്ച് ചെയ്തപ്പോൾ എന്തോ ഒരു ഫീലിംഗ് തോന്നി. രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു വൈബ് തോന്നി. കാരണം എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാൻ വേറെ സംഭവമില്ല. ഞാൻ നേരെ എണീറ്റ് എൻ്റെ വർക്കിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്താണോ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കിടക്കാം. പിന്നെ ഇന്ന് ബോക്സിങ് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ വർക്കൗട്ട് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കലുണ്ട്, ഓടാൻ പോകുമ്പോഴൊക്കെ പാട്ട് കേൾക്കലുണ്ട്. പക്ഷെ ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് ബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ പ്രൊഫഷണൽ ബോക്സറൊന്നുമല്ല, എന്നാലും ചെറുതായിട്ട് ട്രെയിൻ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ബ്ലാങ്ക് ഫീലിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ പാട്ട് കേൾക്കുന്നത്, പക്ഷേ ഇന്നെന്തോ ഒരു സൈലൻറ്റ് ഫീലിംഗ്. അത് നല്ല ഫീലിംഗ് ആയിരുന്നു, പക്ഷെ എന്തായാലും ഒരു വേറെ ടൈപ്പ് ഫീലിംഗ് ആയിരുന്നു. എന്താ പറയുക, നോ മ്യൂസിക് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന ദിവസം കഴിയുന്നതിൻ്റെ മുമ്പ് ഞാൻ ഈ വീഡിയോൻ്റെ ഇൻട്രോ ഷൂട്ട് ചെയ്തു, പിന്നെ കുറച്ചത് എഡിറ്റ് ചെയ്തും വെച്ചു. അപ്പോൾ ജങ്ക് ഫുഡ് പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ചോറ് ഉപ്പേരി കാര്യങ്ങളൊക്കെയാണ്, ജങ്കൊന്നുമില്ല. അപ്പോൾ ഫുഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡോപ്പമൈൻ ഡീറ്റോക്സിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് നോക്കേണ്ട, അത് മൈക്കാക്കി ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. കാരണം ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, ഭയങ്കര ഉറക്കമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ കാപ്പി നിർത്തിയിട്ടുണ്ട്. മറ്റേ ഞാൻ രാവിലെ എപ്പോഴും കാപ്പി കുടിക്കും, ഓടാൻ പോകുന്നതിന് മുമ്പ് കാപ്പി, പിന്നെ ജിമ്മിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കാപ്പി കുടിക്കും. കാരണം ഒരു പ്രീ വർക്കൗട്ട് എന്ന രീതിയിൽ ഒരു നല്ലൊരു പെട്ടെന്നൊരു എനർജി വരും. പക്ഷേ കാപ്പിയും കുറേ ഡൗൺ സൈഡ് ഉണ്ട്. അതിനോട് ഞാൻ നമ്മളുടെ ഈ ഡോപ്പമൈൻ ഡീറ്റോക്സ് ജേണിയിൽ കാപ്പിയും കൂടി നിർത്താൻ വിചാരിച്ചു. ഞാൻ അധികം ഇപ്പോൾ വെള്ളമാണ് കുടിക്കാൻ നോക്കൽ. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇളനീരിൻ്റെ വെള്ളമൊക്കെ കുടിക്കും, കാരണം കുറച്ച് ഇലക്ട്രോലൈറ്റാണ്, കുഴപ്പമില്ല. ഇത്രയും ഓവർ സ്റ്റിമുലേറ്റിംഗ് അല്ല ഡോപ്പമൈന്. അപ്പോൾ നമ്മൾ ഷുഗർ കാര്യങ്ങളൊക്കെയാണ് അധികം ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഷുഗർ ഡ്രിങ്ക്സ് അതുപോലെ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ പരമാവധി അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വെള്ളത്തിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോയി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നടക്കാനും പോയി. പിന്നെ അങ്ങോട്ട് മൊത്തം ഫോക്കസ്ഡ് ആയിരുന്നു. കാരണം ഇൻട്രോ ഷൂട്ട് ചെയ്തു, നമ്മളെ വീഡിയോൻ്റെ ഇൻട്രോ. അതെന്ന് പറയുമ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഞാൻ അത് ഷൂട്ട് ചെയ്തു. പിന്നെ ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഇന്ന് ആ ഇൻട്രോ മൊത്തമായിട്ട് എഡിറ്റ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. കുറച്ചും കൂടി ബാക്കിയുള്ളൂ. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി നമ്മൾ ഓരോ ദിവസത്തെ വീഡിയോയിലേക്ക് പോവാം. മേലെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുമല്ല, എനിക്ക് ഈ 7 ദിവസം കഴിഞ്ഞാൽ കറക്റ്റ് 7 ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ പ്രീ ബോർഡ് എക്സാം വരികയാണ്. അപ്പോൾ അതിനായിട്ടുള്ള പഠിത്തം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതിനാണ് മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല ദിവസമായിരുന്നു, നല്ലൊരു ഫോക്കസ്ഡ് ആയി തോന്നി, നല്ലൊരു മോട്ടിവേറ്റഡ് ആയി തോന്നി. ഓക്കെ, ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഫോർ ടുഡേ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 6:26 ആവാനായി. രാവിലെ തന്നെ എണീറ്റു. ഇന്ന് നമ്മൾ ഓടാൻ പോവാണ്. കൂടെ നമ്മളെ ഫ്രണ്ട് അമ്മനും ഉണ്ട്. സോ ഓടാൻ പോയിട്ട് വരാം. അപ്പോൾ നമ്മളാദ്യം ഇവിടെ സൈക്കിളിൽ മാർക്കറ്റിൽ പോകും. എന്നിട്ട് മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ഓടാൻ സ്റ്റാർട്ട് ചെയ്യുക. മാർക്കറ്റിൽ അമ്മനുണ്ടാവും, അപ്പോൾ അവിടെ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ അമ്മൻ്റെ കൂടെ ഓടാൻ വന്നതാണ്. ഹായ് യോ. അപ്പോൾ നമ്മൾ ഡോപ്പമൈൻ ഡീറ്റോക്സിൻ്റെ 4ാമത്തെ ദിവസമാണ്. നമ്മൾ ചെറിയൊരു വർക്കൗട്ട് ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ അവനിവിടെ ഡിപ്പല്ല എന്താ പറയുക, ലെഗ് റേസസ്.
നമ്മൾ ഓടി ഓടി നമ്മളുടെ ഫയലിലെത്തി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഡേ 7 റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ ലാസ്റ്റ് ദിവസങ്ങളെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഡേ 5 and 6. കാരണം ഇന്നലെ എനിക്ക് ഫസ്റ്റ് പ്രീ ബോർഡ് എക്സാം ആയിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം ഉണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. കാരണം അത്രയും കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ല രീതിയിൽ പോയി. ഏറ്റവും ഹാർഡായി തോന്നിയത് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ മ്യൂസിക്കാണ്. ബാക്കിയെല്ലാം ഈസിലി അവോയ്ഡ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. പക്ഷേ സോഷ്യൽ മീഡിയ മ്യൂസിക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഹാർഡായി തോന്നിയത്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളാണ്. സോ ഇപ്പോൾ ഞാൻ 7 ദിവസം സോഷ്യൽ മീഡിയ ഡിലീറ്റ് ആക്കി എന്ന് പറയുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ യൂട്യൂബ് ഞാൻ അത്ര ഡിസ്ട്രാക്റ്റിംഗ് അല്ല, കാരണം അത്ര ഞാൻ യൂട്യൂബ് നോക്കലില്ല. പ്രത്യേകിച്ച് ഷോർട്സൊന്നും പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ നോക്കലില്ല, അധികം റീൽസാണ് നോക്കൽ. പക്ഷേ ഇപ്പോഴും അങ്ങനെ യൂട്യൂബ് ഞാൻ ഡിലീറ്റ് ആക്കിയില്ല യൂട്യൂബ്. കാരണം എനിക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള എന്താ പറയുക സംഭവങ്ങൾ സംശയങ്ങളിൽ ഞാൻ യൂട്യൂബിലേക്ക് തന്നെ പോകൽ. പക്ഷേ ഇപ്പോൾ അത് കുറവാണ്, ഇപ്പോൾ അധികം ഞാൻ നോക്കലുമില്ല. ജങ്ക് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ജങ്ക് ഫുഡ് അങ്ങനെ കഴിക്കാറൊന്നുമില്ല. പക്ഷേ ബേക്കറിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കൽ. കാരണം ബേക്കറി ആൻഡ് സ്വീറ്റ്സ് അതൊക്കെയാണ് അധികം കഴിക്കൽ. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുമ്പോഴോ അല്ലെങ്കിൽ TV കാണുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നും ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നും, ഒരു ക്രേവിങ് തോന്നും. അപ്പോൾ ആ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ ബിസ്ക്കറ്റ് പിന്നെ ഹലുവ സംഭവങ്ങളൊക്കെ കഴിക്കുന്നതിൻ്റെ പകരം ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും. അതിനെ റിപ്ലേസ് ചെയ്യും ഫ്രൂട്ട്സ് വെച്ചിട്ട്. കാരണം ദാറ്റ് ഈസ് മോർ ഹെൽത്തി. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ പഴം അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ടാവും. കാരണം ബേക്കറിനെക്കാട്ടും ബെറ്ററാണ് ഫ്രൂട്ട്സ്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡ് സംഭവമായിരുന്നു. കാരണം മ്യൂസിക് തന്നെയാണ് ഞാൻ അധികം നോക്കൽ. അധികവും ഞാൻ മ്യൂസിക് കേൾക്കലുണ്ട്. പ്രത്യേകിച്ച് ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ അധികം മ്യൂസിക് വെച്ചിട്ടേ കേൾക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓടാൻ പോകുമ്പോഴൊക്കെ ഞാൻ മ്യൂസിക് വെച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. കാരണം മ്യൂസിക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ തരും. പിന്നെ ഒരു ബോർഡം ഉണ്ടാവില്ല, ഒരു ബോറടിക്കുന്ന സംഭവം ഉണ്ടാവില്ല. ഇപ്പോൾ മ്യൂസിക്കാണ് ഞാൻ അധികം നോക്കല്. പക്ഷേ മ്യൂസിക് ഇല്ലാത്തപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡായിരുന്നു. കാരണം മ്യൂസിക് ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെ പാട്ട് പാടുന്ന പോലെ ഉണ്ടാവും. ഞാൻ തന്നെ അറിയാതെ ഞാൻ തന്നെ ഒരു പാട്ട് മൂളാനോ അല്ലെങ്കിൽ പാട്ടിൻ്റെ റിത്തം ഇങ്ങനെ പാട്ടിൻ്റെ ഒരു ട്യൂൺ ഇങ്ങനെ മനസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം അത്രയും മ്യൂസിക് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് നിർത്തുമെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ബോർ പോലെയായിരുന്നു. പക്ഷെ എന്നാലും ഈ സോഷ്യൽ മീഡിയ മ്യൂസിക് അതിൻ്റെ കൂടെ ഞാൻ TV കാണലൊക്കെ നിർത്തിയിട്ടോ, എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണലൊക്കെ നിർത്തി. കാരണം കുറച്ച് ദിവസത്തേക്ക് സിനിമ ഞാൻ കാണാതിരിക്കില്ല എന്നല്ല, ഇതിൻ്റെ കൂടെ ഞാൻ സിനിമ കാണുന്നത് നിർത്തി. കാരണം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ഞാൻ ഏകദേശം കുറച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതാക്കുന്ന പറയുമ്പോൾ ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ഈ ഒരു ബോറടിക്കുന്ന ടൈമിൽ എനിക്ക് മനസ്സിലായി നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എന്തൊക്കെ ഹാബിറ്റ്സ് നമുക്ക് ചെയ്യാമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം അത്രയും ഞങ്ങൾക്ക് ടൈം ബാക്കിയുണ്ട്. എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്ക് ടൈം ബാക്കിയില്ല, ഞാൻ ഭയങ്കര ബിസിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് വെറും എൻ്റെ തോന്നലായിരുന്നു. കാരണം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ മാറ്റിയാൽ മനസ്സിലാവും നമുക്ക് എത്ര ടൈം ബാക്കിയുണ്ടെന്ന്. വർക്ക് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ കളിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ചില്ലായിരിക്കാനാണെങ്കിൽ എത്ര ടൈമുണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഡീറ്റോക്സ് ഓൾമോസ്റ്റ് ഒരു എൻഡിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് 7ാമത്തെ ദിവസം കൂടി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ വയലിലേക്ക് വന്നതാണ് ഫോട്ടോ എടുക്കാൻ. നമ്മളിവിടെ തിരിച്ചോട് നിന്ന് അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോകാം. അപ്പോൾ നമ്മളുടെ ഡോപ്പമൈൻ ഡീറ്റോക്സിൻ്റെ 7ാമത്തെ ദിവസമാണ്. അപ്പോൾ അവസാന ദിവസമാണ്. അപ്പോൾ നമ്മളുടെ ഡോപ്പമൈൻ ഡീറ്റോക്സിൻ്റെ ജേർണി ഏകദേശം ഒരു എൻഡ് ആയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പറയാന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തമായിട്ട് കുറേ ബെനിഫിറ്റ്സ് കിട്ടി, കുറേ ഉറങ്ങാൻ പറ്റി. ഫസ്റ്റ് സോഷ്യൽ മീഡിയ സംഭവങ്ങളില്ലാത്തപ്പോൾ നല്ലോണം ഉറങ്ങാൻ പറ്റി, നല്ലോണം ഉറക്കം കിട്ടി.
ഒരു മൈൻഡിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടി. കാരണം ഞാൻ എന്തൊക്കെ ചെയ്യും, എൻ്റെ ആക്ഷൻസ് എന്താണ്, എൻ്റെ ഡിസിഷൻസ് എന്താണ് എന്നുള്ളതൊക്കെ നല്ലോണം ഒരു ക്ലാരിറ്റി കിട്ടി, മെൻ്റൽ ക്ലാരിറ്റി കിട്ടി. സത്യം പറഞ്ഞാൽ അവെയർ ഓഫ് സറൗണ്ടിങ്സിനൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ ചുറ്റുപാടൊക്കെ ഭയങ്കര അവെയറായിട്ട് തോന്നി എനിക്ക്. നല്ലോണം നല്ല എക്സ്പീരിയൻസ് ആയി തോന്നി. എൻ്റെ മൈൻഡ് എന്ന് പറയുമ്പോൾ നല്ലോണം ഒരു ക്ലിയർ ആയി തോന്നി. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ബ്രെയിൻ ഫോഗ് പിടിച്ച പോലെയായിരുന്നു. ഇപ്പോൾ നല്ലോണം ക്ലിയർ ആയി തോന്നി. അപ്പോൾ ഓവറോൾ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് നമ്മളെ ജേണി. അപ്പോൾ ഇനി കുറച്ചുകൂടി ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഈ ജേണി നിർത്താം. അപ്പോൾ ഇതെന്നെ എന്ത് പഠിപ്പിച്ചു? ജീവിതത്തിൽ കാണാനും ആസ്വദിക്കാനും കാര്യങ്ങൾ വളരെയധികം ദൈവം നമ്മൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മളിതൊന്നും ആസ്വദിക്കാത്തത്? ഇപ്പോഴും കുറേ കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും അറിയാനും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാത്തത്? നമ്മളെ എപ്പോഴും പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. നമ്മളുടെ ജീവിതം മുഴുവനായി ആസ്വദിക്കണമെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഈ കാര്യങ്ങൾ കുറച്ചു നേരമെങ്കിലും ഒഴിവാക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര സുന്ദരമാണ് ഈ ജീവിതമെന്ന്. നമ്മൾ നമ്മളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ എത്ര മനോഹരമായ ലോകത്താണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ കിട്ടുന്ന സന്തോഷം എത്ര വലുതോ അല്ലെങ്കിൽ എത്ര ചെറുതോ ആയിക്കോട്ടെ, പക്ഷെ ആ സന്തോഷം ഏത് സമൂഹ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ തരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര സുന്ദരമാണ് ഈ ജീവിതമെന്ന്, എത്ര മനോഹരമാണ് ഈ ലോകമെന്ന്.